അങ്ങനെ കർക്കിടക മാസമൊക്കെ കഴിയുന്നതിന് മുന്നേ ഇതാ നല്ല തകര കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കുറെ തെരഞ്ഞിട്ടും തകര കിട്ടിയില്ല. അപ്പൊ പെങ്ങൾ നല്ല വീട്ടിലേക്ക് വരുമ്പോൾ അവൾ അവിടെ കുറച്ച് തകര ഉണ്ടായിട്ട് അത് പറിച്ചു വന്നതാണ്. നമുക്ക് എന്തായാലും ഇത് ഉപ്പേരി വെക്കാം. അപ്പൊ ഓളെ കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപ്പേരി വെപ്പിക്കണം. ഇങ്ങനെ തണ്ട് കൂട്ടിയിട്ടാണ് നമ്മൾ തകര നുള്ളി എടുത്തിട്ടുള്ളത്. ഉപ്പേരി വെക്കുക നമ്മൾ ഇല മാത്രമാണ്. അപ്പം ഇനി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലെ ഇല ഊരി ഇങ്ങനെ എടുക്കണം. അപ്പൊ ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ പുഴുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വേണം അരിഞ്ഞിടാനായിട്ട്. അരിഞ്ഞിടുന്നതിന് മുന്നേ നമ്മൾ ഓരോ നോക്കണം. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു നോക്കാനൊക്കെ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ടോ, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിടുക. ഇലായിട്ട് പറിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറിക്കാനൊക്കെ നുള്ളിയെടുക്കാനൊക്കെ എളുപ്പം ഇതുപോലെയാണ്. നമ്മളിവിടെയൊക്കെ തകരക്ക് ഇങ്ങനെ കിട്ടാത്തതിനുള്ള കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെയൊക്കെ മരുന്നടിക്കൽ കൂടുതൽ, നമ്മൾ കളനാശിനി അടിക്കൽ വളരെ കൂടുതലാണ്. അപ്പം തകരയൊക്കെ ശരിക്ക് മഴക്കാലത്ത് ഉണ്ടായി ഒരു മഴ പോകുന്ന പോക്കിൽ ഇതൊക്കെ മൂത്തിട്ട് പയർ പോലെ ഇതിന്റെ വിത്ത് എല്ലായിടത്തും പൊട്ടി ഇങ്ങനെ തെറിച്ച് നമ്മൾ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ ചവിട്ടി പൊട്ടിക്കാനൊക്കെ അങ്ങനെ ഉപയോഗിക്കേണ്ടായിരുന്നു. അല്ല പടക്കം പൊട്ടുന്ന പോലെ സൗണ്ട് ഉണ്ടാവും തകരയുടെ കുരു പയർ പോലെ മൂത്ത് വന്നാലൊക്കെ. പക്ഷെ അതൊക്കെ പോയിട്ട് അങ്ങനെ അതൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഈ കളനാശിനിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോയതുകൊണ്ടാണ് ഇവിടെ നിന്നും തകര കിട്ടാത്തത്. പിന്നെ തൊഴിലുറപ്പിനെ ഞാൻ ഇങ്ങനെ കുറ്റം പറയല്ല. തൊഴിലുറപ്പിന്റെ പണികൾ വന്നപ്പോഴും ക്ലീനിങ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ കാട് മൂടി കിടക്കുന്ന സ്ഥലമൊക്കെ തൊഴിലുറപ്പിന് വെച്ചപ്പം പഞ്ചായത്തിലൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ മുളയ്ക്കുന്ന സമയത്ത് തന്നെ ചെത്തി കളയുമ്പോൾ പുതിയ തകര ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചെങ്കിലും തകര ഉണ്ടായി. ഞാൻ ഓരോ വർഷം കുറഞ്ഞു ഇപ്പം തീരെ തകര ഇല്ലാതായി. അപ്പൊ ഇനി ഈ പണി ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. പുഴു നല്ല ഉണ്ടാവും തകരയിലൊക്കെ. അപ്പൊ ഇങ്ങനെ നോക്കി വെച്ചത് കൊടുത്താൽ അവൾക്ക് കറക്റ്റ് അവളങ്ങനെ ഇല മാത്രം തിന്നുന്നത് മതി. ഇല ഊരിയെടുക്കാൻ എളുപ്പമാട്ടോ. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല ഇങ്ങനെ ഊരിയെടുക്കാം. അതുപോലെ ഇല ഊരിയെടുക്കാൻ മതി. പിന്നെ വേഗം തന്നെ ഇതൊക്കെ അരിഞ്ഞിടാം. നമ്മൾ അരിഞ്ഞെടുത്ത തകരെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചെറിയുള്ളി മൂപ്പിച്ചെടുക്കണം. അപ്പൊ ആദ്യം ചെറിയുള്ളി മൂപ്പിക്കാം. ചെറിയുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ചെറിയുള്ളി ഇതാ അങ്ങനെ മൂത്ത് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടേണ്ടത് ഇതാ വെളുത്തുള്ളി ചതച്ചതും കാന്താരി മുളക്. ഇത് നല്ല നമ്മുടെ ഫാമിലുള്ള കാന്താരി മുളക്, അതായത് ഇതുപോലത്തെ കാന്താരി മുളക് ചതച്ചതാണ്. അപ്പൊ രണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതും കൂടെ അതിലേക്ക് ഇടണം. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കാന്താരി മുളക് ചതച്ചതും അതും കൂടെ ഇട്ടൊന്നുകൂടെ നല്ല ഇളക്കിയെടുക്കണം. ഇതിനി അധികം മൂക്കാനായിട്ട് നിർത്തണ്ട. ഇനി നമ്മൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ തകര ഇതുപോലെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം തകര ഇട്ടിട്ട് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടില്ല നമ്മളെ ചട്ടി നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെന്ത് കഴിയുമ്പോൾ കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഇടുമ്പോൾ ചട്ടി ഫുള്ളായിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കൂല കേട്ടോ. വെള്ളമൊന്നും വേണ്ട. ഇനി ഇത് വേവിച്ചെടുക്കണം. ഇനി നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപ്പിട്ടുകൊണ്ട് ഒക്കെ താന്നു പോകും. കണ്ടില്ല, നമ്മൾ പൊന്തി നിൽക്കുന്നൊക്കെ ഒന്ന് ഇരുന്ന് നല്ല വെന്ത് കിട്ടും. ഇനി ഇതാണ്ടില്ലേ തകര വെന്ത് കഴിഞ്ഞപ്പോൾ ഇത്ര കുറെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മളെ ചട്ടി ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വെന്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്ന് കുറച്ചായിട്ടുണ്ട്. പിന്നെ തകരന്റെ ഇലയ്ക്ക് കുറച്ച് വേവ് കൂടുതലായിട്ട്. നമ്മളെ പൊന്നാങ്കണ്ണിയും മുരിങ്ങയിലൊന്നും വെന്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തിട്ടില്ല. കുറച്ച് വേവ് കൂടുതലാണ്. അപ്പൊ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പം മണ്ണിൽ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ തേങ്ങ എല്ലാ ഭാഗത്തോട്ട് എത്തണം. ഇതുപോലെ ഒന്ന് നല്ല ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കാൻ വെക്കണം. മൺചട്ടിയിലായതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇതിന്റെ കുറച്ച് വെള്ളം വലിയാനൊക്കെ. വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇലയിലുള്ള നീരൊന്ന് വലിയാന്. സാധാ ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞു കിട്ടും. മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. തകര നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഉച്ച സമയം ആയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എന്തായി കുറച്ച് ചോറ് ഞാൻ കൊതിയായി. അപ്പൊ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് തകര കുറച്ചിട്ട് നല്ല തകരുപ്പേരിയും ചോറും മാത്രം കേട്ടോ. ഇന്നിവിടെ ചിക്കൻ കറി മീൻ കറി ഒക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. നമുക്ക് ഇതാ കുറച്ച് ഉപ്പേരി എടുക്കുക. ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ കഴിച്ചു നോക്കണം. ഇതൊക്കെ അത്രയും ടേസ്റ്റാണ്. അപ്പം പൊന്നാങ്കണ്ണിയും ഇതൊക്കെ ഉപ്പേരി വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് തകരയ്ക്ക്. അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് തകരയൊക്കെ തിരഞ്ഞെടുക്കും. പിന്നെ നല്ല ഔഷധ ഗുണമുണ്ട് കേട്ടോ തകരയ്ക്ക്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഈ സമയത്ത് ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതിനെപ്പറ്റി അറിയുന്നവരെന്തായാലും മഴക്കാലത്ത് ഇതൊക്കെ കഴിക്കും. അല്ല കറിയൊന്നും വേണ്ട. നമുക്ക് ഇതെടുക്കുക, ഇങ്ങനെ കുഴക്കുക, കഴിക്കുക. നമ്മൾ തേങ്ങ എല്ലാം കറക്റ്റ് നല്ല വെന്ത് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പൊ എന്തായാലും സൂപ്പറായി. അപ്പൊ ഞങ്ങൾ തകര വെച്ച രീതിയായിട്ട് ഇങ്ങനെ പലരും പല വ്യത്യസ്തമായിട്ട് രീതിയിലൊക്കെ വെക്കും. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അവരൊക്കെ വെക്കുന്ന രീതിയിൽ കമന്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ തകര ഇനി അവളെ വീട്ടിൽ പോകുമ്പോൾ കുറച്ചുകൂടെ പറിക്കണം. എന്തായാലും പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് അവിടെ ബാക്കി കൂടെ തകര പറിക്കണം. ഇന്നിപ്പോ ബന്ധു കഴിഞ്ഞപ്പോൾ തകര തികയുന്നില്ല. എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ തകര ആയതുകൊണ്ട് എല്ലാവരും ഇത് കഴിക്കും. നമുക്ക് അവിടെ പോകുമ്പോൾ കുറച്ചുകൂടെ പറിച്ചെടുക്കാണ്ട്. അപ്പൊ മറ്റ് നിങ്ങൾ കമന്റ് എന്ത് ചെയ്യാം, മറ്റ് വെക്കുന്ന രീതിയിലൊക്കെ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ രീതിയിൽ കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ കിട്ടുന്ന എല്ലാവരും കർക്കിടക മാസമൊക്കെ കഴിയാനായി ഇതുപോലെ തകര കിട്ടുകയാണെങ്കിൽ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും.